Hi everyone, welcome back to English sessions from Success Academy Kochi. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വേർബ് എന്ന് പറഞ്ഞൊരു പോർഷനാണ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ. അപ്പോൾ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയും സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബും പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വേർബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് വേർബ്സ്, എത്ര ടൈപ്പ് ഓഫ് വേർബ്സ് ഉണ്ട്, ഒരു വേർബ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഹെൽപ്പിംഗ് വേർബാണോ അല്ലെങ്കിൽ മെയിൻ വേർബാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയുകയൊക്കെ വേണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വേണ്ട തിയറി പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വേർബ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് വരുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് വേർബ്സ് ആർ ഓഫ് ടു ടൈപ്സ്. ഏതൊരു ഇതിലും നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ വേർബ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മെയിൻ വേർബും ഹെൽപ്പിംഗ് വേർബും എന്നാണ് നമ്മളതിന് പറയുന്നത്. മെയിൻ വേർബ് എപ്പോഴും ആക്ഷൻ വേർഡ്സ് ആയിരിക്കും. അതായത് പ്ലേ, ഗോ, ഈറ്റ് എന്നൊക്കെ പറയുന്നത് മെയിൻ വേർബ്സ് ആണ്. ഈ മെയിൻ വേർബ്സിന് എപ്പോഴും ഒറ്റയ്ക്ക് ഒരു സെൻറ്റൻസിൽ അതിനൊരു മീനിങ് ഒക്കെ ആയിട്ട് അതിന് നിൽക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ മെയിൻ വേർബ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ അടുത്ത് വരുന്നതാണ് ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയുന്നത്. ഹെൽപ്പിംഗ് വേർബ്സ് ഇല്ലാതെ നമുക്കൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹെൽപ്പിംഗ് വേർബ്സിനെ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് തരംതിരിക്കാം. മോഡൽ ഓക്സിലറി വേർബ്സും പ്രൈമറി ഓക്സിലറി വേർബ്സും. അപ്പോൾ ഹെൽപ്പിംഗ് വേർബ്സ് അഥവാ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. മോഡൽ ഓക്സിലറി വേർബ്സും പ്രൈമറി ഓക്സിലറി വേർബ്സും. അപ്പോൾ മോഡൽ ഓക്സിലറി വേർബ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് എന്തൊക്കെയാണ്? മേ, മൈറ്റ്, മസ്റ്റ്, ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, വുഡ്, വിൽ, ഓട്ട് ടു, മസ്റ്റ് എന്നൊക്കെ പറയുന്ന വേർഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ വേർഡ്സിനെയാണ് നമ്മൾ മോഡൽ ഓക്സിലറി വേർബ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാറ്റഗറി പറയുകയാണെങ്കിൽ പ്രൈമറി ഓക്സിലറി വേർബ്സ് ആണ് ഡു, ഹാവ്, ബി എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ പല ഫോംസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ സെൻറ്റൻസുകളിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് പ്രൈമറി ഓക്സിലറി വേർബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ പറ്റും. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എ വേർബ് ഇസ് എ വേർഡ് വിച്ച് ഡിസ്ക്രൈബ്സ് ദി ആക്ഷൻ ഇൻ എ സെൻറ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലേ, ഈറ്റ്, സ്കിപ്പ്, റോർ ഇതൊക്കെ വേർബ്സ് ആണ്. എന്തെങ്കിലും ഒരു ആക്ഷൻ ഒരു ഇതിൽ കാണിക്കുന്നതിനെയാണ് നമ്മൾ വേർബ് എന്ന് വിളിക്കുന്നത്. ആ ഒരു ഇതിനെയാണ് നമ്മൾ മെയിൻ വേർബ് എന്ന് വിളിക്കുന്നത്. മെയിൻ വേർബ്സിന് എപ്പോഴും ഉണ്ടാകുന്ന ഫോംസ് ആണ് V1, V2, V3, ING, S or ES ഫോംസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ V1, V2, V3 ഫോംസും അതുപോലെ തന്നെ SES, ING ഫോംസും ഒക്കെ നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ ടെൻസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അത് ഏത് കാലത്തിൽ നടക്കുന്നു എന്നനുസരിച്ചിട്ട് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് വേർബ് എന്ന് വിളിക്കുന്നത്. മെയിൻ വേർബ്സ് എപ്പോഴും ഇങ്ങനെയാണ് വരുന്നത്. മെയിൻ വേർബ്സിന് ഇത്രയും ഫോംസ് ഉണ്ടാവും. ഒരു ആക്ഷൻ ഡിനോട്ട് ചെയ്യുന്ന വേർഡായിരിക്കും മെയിൻ വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫോംസ് ഓഫ് വേർബാണ് നോക്കാൻ പോകുന്നത്. ഒരു വേർബിന് നമ്മൾ പറഞ്ഞ പോലെ ഒരു മെയിൻ വേർബിന് പലതരത്തിലുള്ള ഫോംസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ വേർബിന് ഉണ്ടാവുന്ന ഫോംസ് ആണ് ഇത്രയും എന്ന് പറയുന്നത്. പ്രസൻറ്റ് ഫോം ഉണ്ടാവും, പാസ്റ്റ് ഫോം ഉണ്ടാവും, തേർഡ് ഫോം ഉണ്ടാവും, ING ഫോം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് നമുക്കിവിടെ നോക്കുന്നത്. ഇപ്പോൾ ബെയർ, ബോർ, ബോൺ, ബെയറിങ്, ബെയർസ് എന്നൊക്കെ പറയുമ്പം ആ ഒരേ ഫോം, അതായത് സിംഗിൾ ഇതാണ്. ബെയർ എന്ന് പറയുന്ന സിംഗിൾ ഐഡിയയാണ് നമ്മൾ പല ടെൻസുകളിലേക്ക് ഏത് കാലത്തിലാണോ നമ്മൾ പറയുന്ന സെൻറ്റൻസ് നടക്കുന്നത് അതനുസരിച്ച് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് വിടുന്നത്. അതുപോലെ സീ, സോ, സീൻ, സീയിങ്, സീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാം ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാം ഡിഫറെൻറ്റ് ഇതിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സീ എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്. സോ എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ആയി പ്രസൻറ്റ് ഫോമിലാണ് നമ്മൾ സീ ഉപയോഗിക്കുന്നത്. സോ പാസ്റ്റ് ഫോമാണ്. ഐ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടായിരുന്നു എന്നാണ് അതിനർത്ഥം വരുന്നത്. സീൻ എന്ന് പറയുന്നതാണ് തേർഡ് ഫോം. ING ഫോം ആയിട്ട് വരുമ്പോഴത്തേക്കും അത് സീയിങ് എന്നാവും. അങ്ങനെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് വേർബ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ V1, V2, V3 അതുപോലെ ING, S or ES എന്നൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗോ എന്ന് പറയുന്ന ഒരു വേർബ് അതൊരു മെയിൻ വേർബാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇത് മെയിൻ വേർബാണ്. അപ്പോൾ ഈ മെയിൻ വേർബിൻ്റെ ഗോ പ്ലസ് ES ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗോസ് എന്ന് കിട്ടും. ഇതും ഒരു ഫോം ഓഫ് വേർബാണ്. ഈ ഫോംസ് ഓഫ് വേർബ്സും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് മെയിൻ ഫോം നമ്മൾ ആദ്യം പഠിച്ച കാര്യം എന്ന് പറയുന്നതാണ് ഒരു മെയിൻ വേർബിന് നമുക്ക് ഇത്രയും ഫോംസിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർബ്സിൽ. അപ്പോൾ ഓക്സിലറി വേർബ്സിൽ വരുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ക്യാൻ അഥവാ കുഡ് എന്ന് പറയുന്നത്. ക്യാൻ അഥവാ കുഡ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഓരോ സെൻറ്റൻസുകൾ പറയുമ്പോൾ ഐ ക്യാൻ ഡു ദാറ്റ്, എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കുള്ള ഒരു എബിലിറ്റീനെ കാണിക്കാനാണ് നമ്മൾ പലപ്പോഴും ക്യാൻ അല്ലെങ്കിൽ കുഡ് എന്നൊക്കെ ഉപയോഗിക്കുന്നത്. ക്യാൻ, കുഡ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമ്മളൊരു പെർമിഷൻ ചോദിക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഹി ക്യാൻ ലിഫ്റ്റ് ദ ബോക്സ്, അതായത് അവൻ ആ ബോക്സ് എടുക്കാനായിട്ട് സാധിക്കും. അവൻ്റെ ഒരു എബിലിറ്റിയാണ് അത് കാണിക്കുന്നത്. അങ്ങനെ എബിലിറ്റി കാണിക്കാനാണ് നമ്മൾ ക്യാൻ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഒന്ന്.
ഇനി ഐ കുഡ് നോട്ട് കം യെസ്റ്റർഡേ, എനിക്ക് ഇന്നലെ വരാനായിട്ട് പറ്റിയില്ല, അത് കാണിക്കാനും നമ്മൾ കുഡ് തന്നെ ഉപയോഗിക്കും. കുഡ് വരുമ്പോൾ പാസ്റ്റും ക്യാൻ വരുമ്പോൾ പ്രസൻറ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ക്യാൻ കുഡ് എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്. ഇനി ക്യാൻ ഐ ടേക്ക് യുവർ സ്കൂട്ടർ, അതെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എബിലിറ്റി അല്ല ചോദിക്കുന്നത്, ഇവിടെ പെർമിഷൻ ആണ്. നമുക്ക് പെർമിഷൻ ചോദിക്കാനും ഇതേ കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ പെർമിഷൻ ചോദിക്കുന്നതാണ് ഇവിടെ നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത്. കുഡ് ഐ ടോക്ക് ടു ഹിം, ഞാൻ അവനോട് സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുന്നതാണ് കുഡ് ഐ ടോക്ക് ടു ഹിം എന്ന് ചോദിക്കുന്നത്. അങ്ങനെ പെർമിഷൻ ചോദിക്കാനും അതുപോലെ തന്നെ നമുക്കുള്ള എബിലിറ്റീസ് കാണിക്കാനുമാണ് നമ്മൾ ക്യാനും കുഡും ഉപയോഗിക്കുന്നത്. അതുപോലെ ഏബിൾ ടു പ്ലസ് ക്യാൻ ഓർ കുഡ് എന്ന് പറയുന്ന യൂസേജ് തെറ്റാണ്. ഇത് നമ്മൾ ഒരിക്കലും ഒരു സെൻറ്റൻസിൽ എപ്പോഴും സ്പോട്ട് ദി എറർ ക്വസ്റ്റ്യൻസിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏബിൾ ടു പ്ലസ് ക്യാൻ ഓർ കുഡ് എന്ന് നമുക്ക് എപ്പോഴും പറയാനായിട്ട് പറ്റില്ല. കാരണം ആ എബിലിറ്റി കാണിക്കുന്നത് തന്നെയാണ് ക്യാൻ ഓർ കുഡ്. അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇനി ഏബിൾ ടു എന്ന് പറഞ്ഞ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഷീ വിൽ ബി ഏബിൾ ടു ഡൂ ദാറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എബിലിറ്റി ആയി. അതിൽ പിന്നെ ഷീ ക്യാൻ ബി ഏബിൾ എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ തെറ്റാണ്. ഏബിൾ ടു പ്ലസ് കുഡ് ഓർ ക്യാൻ എന്ന് പറയുന്ന യൂസേജ് എപ്പോഴും തെറ്റാണ്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് വരുന്ന ഓക്സിലറി വേർബാണ് മേ, മൈറ്റ്, മസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അടുത്ത നോക്കുമ്പോൾ ഇറ്റ് മേ റെയിൻ ടു നൈറ്റ് എന്ന് പറയുമ്പോൾ അതൊരു പോസിബിലിറ്റി ആണ്. പലപ്പോഴും പോസിബിലിറ്റി കാണിക്കാനാണ് നമ്മൾ മേ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ആ ഒരു പോസിബിലിറ്റി നടന്നേക്കാം എന്ന് കാണിക്കുന്നതിനെയാണ് മേ വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇന്ന് രാത്രി മഴ പെയ്തേക്കാം, നമുക്ക് ഉറപ്പില്ല. മേ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഈ ഒരു പോസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ ഒരു കറക്റ്റായ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ഉറപ്പിച്ച് പറയുന്നതിനാണ് മൈറ്റ് എന്ന് പറയുന്നത്. ഹി മൈറ്റ് പാസ് ദി എക്സാം ദിസ് ടൈം, ഇപ്രാവശ്യം അവൻ പരീക്ഷ പാസ്സായേക്കാം, പക്ഷെ അതിൽ കുറച്ചും കൂടെ ഉറപ്പ് വരുന്നുണ്ട്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ലിഗേഷനാണ്, നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ടത്. ഹി മസ്റ്റ് ഡു ദാറ്റ്, അതിലൊരു ഉറപ്പുണ്ട്. അതായത് മസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളാണ് മസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ മസ്റ്റ് ചേർത്തിട്ട് പറയുന്ന ഇതിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഇനി വരുന്നത് മേ, നമുക്ക് അതുപോലെ തന്നെ റിക്വസ്റ്റ് ചെയ്യാനും നമുക്ക് മേ ഉപയോഗിക്കാം. റിക്വസ്റ്റിനും കൂടെ വരുന്നതാണ് മേ എന്ന് പറയുന്നത്. മേ ഐ കമിൻ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം മേ ഐ കമിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ഉപയോഗിച്ചിട്ട് നമ്മൾ റിക്വസ്റ്റ് ആണ് പറയുന്നത്. അപ്പം മസ്റ്റും മൈറ്റും നമ്മൾ റിക്വസ്റ്റിന് ഉപയോഗിക്കില്ല, മേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിക്വസ്റ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏബിൾ ടു പ്ലസ് ക്യാൻ ഓർ കുഡ് തെറ്റായതുപോലെ തന്നെ മേ പ്ലസ് പോസിബിളി എന്ന് പറയുന്നതും തെറ്റായ യൂസേജ് ആണ്. കാരണം ഹി മേ പോസിബിളി ഡൂ ദാറ്റ്, പോസിബിലിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ട് മേ കാരണം. പിന്നെ നമ്മളതിന് സെപ്പറേറ്റ് പോസിബിൾ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മേ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിലിറ്റി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഇംഗ്ലീഷിൽ വരുന്ന ഒരു റൂളാണ്. മേ പ്ലസ് പോസിബിലിറ്റിയും അതുപോലെ മേ പോസിബിളിയും അതുപോലെ തന്നെ ക്യാൻ ഓർ കുഡ് പ്ലസ് ഏബിൾ ടു എന്ന് പറയുന്നത് തെറ്റായ യൂസേജുകളാണ്. ഇനി വരുന്നതാണ് ഷാൽ ഓർ വിൽ. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ കുറേ ഓക്സിലറി വേർബ്സ് കണ്ടായിരുന്നു. അതിലടുത്തതാണ് ഷാൽ ഓർ വിൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ ഐ, വി ആൻഡ് വി ഇൻ ഫ്യൂച്ചർ ടെൻസ് ആണ് നമ്മൾ ഷാൽ ഓർ വില്ലിന് ഉപയോഗിക്കുന്നത്. അതായത് ഐ വിൽ ഡു ദാറ്റ്, ഞാനത് ചെയ്തോളാം എന്ന് പറയുന്നതാണ്. അത് ഫ്യൂച്ചറിലാണ്, നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യമല്ല വിൽ വെച്ചിട്ട് നമ്മൾ പറയുന്നത്. വിൽ എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നതാണ്. ഐ ഷാൽ ഡു ദാറ്റ് എന്ന് പറയുന്നതും ഞാനത് ചെയ്തോളാം എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് വരുന്നത്. അതുപോലെ നമുക്കത് പെർമിഷന് വേണ്ടിയിട്ടും ഷാൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഐ ഷാൽ ഗോ ടു ദ കോളേജ് ആൻഡ് ഹി വിൽ കം വിത്ത് മീ, അപ്പം ഞാൻ കോളേജിൽ പോകുമ്പോൾ അവൻ എൻ്റെ കൂടെ വരും. ഐ ഷാൽ ഗോ ടു ദ കോളേജ്, അതും ഫസ്റ്റ് പേഴ്സണിലാണ് വരുന്നത്. ഹി വിൽ കം വിത്ത് മീ. വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിച്ച് ഒരു കാര്യം ഫ്യൂച്ചർ ടെൻസിൽ പറയുന്നതിനെയാണ് നമ്മൾ വിൽ എന്ന് പറയുന്നത്. ഹി വിൽ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ്, ഹി വിൽ കം, ബട്ട് ഓൺലി ഇൻ ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ മാത്രമാണ് അത് സംഭവിക്കുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ കമാൻഡ്, പ്രോമിസ്, ത്രെറ്റ്, ഡിറ്റർമിനേഷൻ, കമ്പൽഷൻ, അഡ്വൈസ്, ഇതിനൊക്കെ നമുക്ക് വിൽ അല്ലെങ്കിൽ ഷാൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കമാൻഡ് ചെയ്യാനായിട്ടും പ്രോമിസ് ചെയ്യാനായിട്ടും ഐ ഷാൽ ഡു ദാറ്റ്, ഞാനത് ചെയ്തോളാം എന്ന് പ്രോമിസ് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വില്ല് അല്ലെങ്കിൽ ഷാൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യു ഷാൽ ലീവ് എന്നാണ്. യു ഷാൽ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പോകാം എന്ന് പറഞ്ഞാൽ അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കമാൻഡാണ്. ഈ കമാൻഡിനെയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. യു ഷാൽ ലീവ് എന്ന് പറഞ്ഞാൽ നിനക്ക് പോകാമെന്നാണ് അതിന് അർത്ഥം വരുന്നത്. അതുപോലെ ട്രെസ്പാസേഴ്സ് ഷാൽ ബി പ്രോസിക്യൂട്ടഡ്, അതൊരു ത്രെറ്റാണ് അല്ലെങ്കിൽ അതൊരു അഡ്വൈസ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് പറ്റും. ട്രെസ്പാസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെസ്പാസേഴ്സ് ഷാൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിശ്ചിതമായൊരു കാര്യമാണ് ചെയ്യുന്നുള്ളത്, അതിനെയാണ് നമ്മൾ അവിടെ പറയുന്നത്. അതുപോലെ ഐ വിൽ ഫിനിഷ് ദിസ് വർക്ക് ബൈ മീറ്റിംഗ്, അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തോളാം എന്നൊരർത്ഥം അതിന് വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഷാൽ ഓർ വിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് വുഡ്. വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡ് ഇസ് ദി പാസ്റ്റ് ഓഫ് വില്ലാണ്.
വുഡ് ഇസ് ദി പാസ്റ്റ് ഓഫ് ഫോം ഓഫ് വിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പാസ്റ്റ് ഹാബിറ്റിനെയോ അല്ലെങ്കിൽ ഒരു പ്രിഫറൻസിനെയോ ചോയ്സിനെയോ ഒക്കെ കാണിക്കാനായിട്ടാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത്. ഐ വിൽ ഡു ദാറ്റ്, ഐ വുഡ് ഡു ദാറ്റ് എന്ന് പറയുന്നതിനൊക്കെ. ഐ വുഡ് ഗോ ടു സ്കൂൾ ബൈ ബസ്. അപ്പോൾ ഞാൻ പണ്ട് പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ വുഡ് എന്ന് പറയുന്നത്. ഹി വുഡ് റാദർ ഡൈ ദാൻ ബെഗ് എന്നാണ് പറയുന്നത്. അപ്പം ഭിക്ഷ യാചിക്കുന്നതിനേക്കാളും അവൻ അത് ചെയ്യും, അതാണ് ഭേദം എന്ന് പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോയ്സ് അതുപോലെ പ്രിഫറൻസ് ഒക്കെ പറയാനും നമ്മൾ വുഡ് ഉപയോഗിക്കും. വുഡ് ഇസ് ദി പാസ്റ്റ് ഓഫ് വിൽ എന്നാണ് പറയുന്നത്. പാസ്റ്റ് അല്ലെ വരുന്നതാണ് അത്. ഇനി ഷുഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. വുഡ് ആൻഡ് ഷുഡ് നമ്മളെപ്പോഴും ഒന്നിച്ച് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. വുഡ് ആൻഡ് ഷുഡ് നമ്മൾ ഒന്നിച്ചാണ് പഠിച്ചു പോകുന്നത്. ഷുഡ് എന്ന് പറയുന്നത് സജഷൻ ഓർ അഡ്വൈസ് ആണ്. സജഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ്, നീ അങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ഒരു ഉപദേശം പോലെ കൊടുക്കുന്നതിനെയാണ് ഷുഡ് എന്ന് പറയുന്നത്. യു ഷുഡ് സ്റ്റഡി ഇംഗ്ലീഷ്, നീ എന്തായാലും ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതിനാണ് നമ്മൾ ഷുഡ് എന്ന് ഉപയോഗിക്കുന്നത്. ഇനി ലെസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂസേജ് വരുന്നുണ്ട്. ടേക്ക് കെയർ ലെസ്റ്റ് യു ഓർ ഹീ വിൽ ഫോൾ. അതായത് നമ്മളൊരു ഇപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ വരും എന്ന് പറയാനാണ് നമ്മൾ ലെസ്റ്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റൂളാണ്. നോട്ട് ഒരിക്കലും നമ്മൾ ലെസ്റ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയില്ല. ഇപ്പോൾ ടേക്ക് കെയർ ലെസ്റ്റ് യു വിൽ നോട്ട് ഫോൾ അല്ലെങ്കിൽ യു വിൽ നോട്ട് റീഗെയിൻ ഇറ്റ് എന്നൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ഒരിക്കലും ലെസ്റ്റിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് വരില്ല. നോട്ട് എന്ന് പറയുന്ന യൂസേജ് ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്. നമ്മളെപ്പോഴും ലെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരിക്കലും അത് പറയില്ല. ഇപ്പോൾ ഒരു കാര്യം നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ നടക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ നടക്കില്ല എന്നുള്ള യൂസേജ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കില്ല. അതാണ് നമ്മൾ ലെസ്റ്റിൻ്റെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു റൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓട്ട് ടു, മസ്റ്റ്, യൂസ്ഡ് ടു ഒക്കെയാണ്. ഓട്ട് ടു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഡ്യൂട്ടി, നമുക്കൊരു ഒബ്ലിഗേഷൻ കാണിക്കാനായിട്ട് ഒരു ഡ്യൂട്ടി. വി ഓട്ട് ടു ലവ് അവർ കൺട്രി, അതായത് നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ്. നമുക്ക് ആ ഒരു ബാധ്യത കാണിക്കുന്നതിനെയാണ് നമ്മൾ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. അതിനാണ് നമ്മൾ ഓട്ട് ടു ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിക്സ്ഡ് ഡിറ്റർമിനേഷൻ ആണ്. ഇന്ത്യ മസ്റ്റ് വിൻ ദി വേൾഡ് കപ്പ്, ഇന്ത്യ ജയിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ യൂസ്ഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ എപ്പോഴും പാസ്റ്റ് ഹാബിറ്റ് ആണ്. ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. ഹി യൂസ്ഡ് ടു സ്റ്റഡി ടിൽ 10 PM, അതായത് പണ്ട് പഠിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പണ്ട് പഠിച്ചിരുന്നു എന്ന് പറയുന്നതിനാണ് യൂസ്ഡ് ടു സ്റ്റഡി എന്ന് നമ്മൾ പറയുന്നത്. അതാണ് പാസ്റ്റ് ഹാബിറ്റ് ആണ് യൂസ്ഡ് ടു കൊണ്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡെയർ ഓർ നീഡ് എന്ന് പറയുന്നത്. യൂസ്ഡ് ഇസ് ബോത്ത് മെയിൻ വേർബ് ആസ് വെൽ ആസ് മോഡൽ വേർബ്. ഡെയർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മെയിൻ വേർബ് ആയിട്ടൊന്നെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വേർബ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ രണ്ട് രീതിയിലും യൂസേജ് വരുന്നതാണ് ഡെയറിനും നീഡിനും വരുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹി നീഡ്സ് മീ, ഹി നീഡ്സ് മീ എന്ന് പറയുകയാണെങ്കിൽ അവൻ എന്നെ വേണം. അവിടെ വരുന്ന ഒരേ ഒരു വേർബ് എന്ന് പറയുന്നത് നീഡാണ്. അതിനാണ് നമ്മൾ ഹി നീഡ്സ് മീ എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റ വേർബ് വരുന്നതുകൊണ്ടാണ് മെയിൻ വേർബായിട്ടും മോഡൽ വേർബായിട്ടും നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. ഷീ ഡസ് നോട്ട് ഡെയർ ടു ഗോ ദെയർ, അതുപോലെ ഡെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചലഞ്ചാണ്. അവൾ അവിടെ പോകാനായിട്ട് ധൈര്യപ്പെട്ടില്ല എന്നാണ് അതിനർത്ഥം വരുന്നത്. നോട്ട് ഡെയർ എന്ന് പറഞ്ഞാൽ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കറേജിലോടെ അതിനോട് മുന്നോട്ട് പോയില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി ഓക്സിലറി വേർബ്സിനെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് ഇവിടെ വെച്ചിട്ട്. ഡു, ഹാവ്, ബി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂന്നെണ്ണമാണ് നമുക്ക് പ്രൈമറി വേർബ്സ് ആയിട്ട് വരുന്നത്, പ്രൈമറി ഓക്സിലറി വേർബ്സ് ആയിട്ട് വരുന്നത്. പലപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന വേർബ്സിനെയാണ് നമ്മൾ ഈ ഒരു പ്രൈമറി ഓക്സിലറി വേർബ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് ബി എന്ന് പറയുമ്പോൾ ബിയുടെ ഫോം എളുപ്പത്തിന് പഠിക്കാനായിട്ടൊരു കോഡ് എന്ന് പറയുന്നത് ആം ഇസ് ആർ വാസ് വെയർ എന്നാണ് നമ്മൾ പറയുന്നത്. ആം ഇസ് ആർ വാസ് വെയർ എന്ന് പറയുന്നത് എപ്പോഴും ബി എന്ന് പറയുന്ന വേർബ്സിൻ്റെ ഫോംസ് ആണ്. ബി എന്ന് പറയുന്ന വേർബ്സിന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഡിഫറെൻറ്റ് ഫോംസ് ആണ് ആം, ഇസ്, ആർ, വാസ്, വെയർ. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ ആം, ഇസ്, ആർ എന്ന് പറയുന്നത്. ഐ ആം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഷീ ഈസ് എ ടീച്ചർ, ദേ ആർ ഗോയിങ് എന്നൊക്കെ നമുക്ക് പറയുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്. അതുപോലെ നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയുകയാണെങ്കിൽ ഷീ വാസ് എ ടീച്ചർ എന്നാണ് പറയുന്നത്. ഷീ വാസ് എ ടീച്ചർ, ദേ വെയർ മൂവിങ് ഔട്ട് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ബിയുടെ ഈ ഫോംസ് എപ്പോഴും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടിയാണ്. ആം, ഇസ്, ആർ, വാസ്, വെയർ എന്ന് പറയുന്നതാണ് ബി ഫോം ഓഫ് വേർബ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഡു ഫോം ഓഫ് വേർബ്സ് എന്ന് പറയുന്നതാണ് ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്നത്. ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്നത്. ഇതിൽ ഡൂവും ഡസും പ്രസൻറ്റ് ആണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇത് സിംഗുലറും ഇത്
പ്ലൂറലുമാണ്. ഡിഡ് എന്ന് പറയുന്നത് പാസ്റ്റിൽ വരുന്നതാണ്. ഐ ഡിഡ് മൈ ഹോം വർക്ക് യെസ്റ്റർഡേ. നമ്മൾ പാസ്റ്റിൽ പറയുന്നതാണ് ഡിഡ് എന്ന് പറയുന്നത്. അതുപോലെ ഹാവിൻ്റെ ഫോംസ് ആണ് ഹാസ്, ഹാവ്, ഹാഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ പ്ലൂറൽ സിംഗുലർ ഒക്കെ പഠിച്ചതാണ്. ഹാസ് എന്ന് പറഞ്ഞാൽ സിംഗുലറും പ്ലൂറൽ ഹാവ് എന്നുമാണ്. അപ്പോൾ അതിനർത്ഥം വരുന്നതനുസരിച്ചിട്ടാണ് ബി, ഡു, ഹാവ് ഫോംസിന് ഇത്രയും ഫോംസ് ഓഫ് വേർബ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ബി, ഡു, ഹാവിന് എന്തൊക്കെ ഫോംസ് ഓഫ് വേർബ്സ് ഉണ്ടെന്ന് നമുക്ക് എന്തെങ്കിലും മാത്രമാണ് അത് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം എ ഡോക്ടർ, ആം. He is a teacher. They are playing. I was an employee of the KSRTC. They were gone. I do play well. He did the homework. They had a flat. I have a car. He has a laptop. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ am, is, are, was, were ഇത് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബി ഫോം ഓഫ് വേർബ്സിൽ വരുന്നതാണ്. ബി ഫോം ഓഫ് വേർബ്സിൽ. അതുപോലെ ഡു, ഡിഡ് എന്നൊക്കെ പറയുന്നത് ഡു ഫോം ഓഫ് വേർബ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഹാവ് ഫോം ഓഫ് വേർബ്സ്. അപ്പോൾ ഈ 3 ഫോംസിനെയുമാണ് നമ്മൾ ബേസിക്കായിട്ട് പ്രൈമറി ഓക്സിലറി വേർബ്സ് എന്ന് വിളിക്കുന്നത്. ഈ പ്രൈമറി ഓക്സിലറി വേർബ്സിന് പലപ്പോഴും നമുക്ക് സെൻറ്റൻസിൽ നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പ്രൈമറി ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇത്രയും ഫോംസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രൈമറി ആൻഡ് ഓക്സിലറി വേർബ്സും ബാക്കി വേർബ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സ്പോട്ട് ദി എറർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഐ യൂസ് ടു പ്ലേ ഹോക്കി വെൻ ഐ വാസ് 10 years. അപ്പോൾ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എന്ന് പറയുമ്പോൾ അതെപ്പോഴും പാസ്റ്റിലാണ്. പാസ്റ്റ് ഹാബിറ്റ് കാണിക്കാൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ യൂസ് ടു അല്ല, യൂസ്ഡ് ടു എന്നാണ് നമ്മൾ പറയുന്നത്. യൂസ്ഡ് ടു. ഐ യൂസ്ഡ് ടു പ്ലേ ഹോക്കി വെൻ ഐ വാസ് 10 years. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഞാൻ കളിച്ചിരുന്നു എന്ന് പറയുന്നതാണ്. പാസ്റ്റ് കാണിക്കുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ്ഡ് ടു എന്നാണ് പറയുന്നത്. അതാണ് അവിടെ തെറ്റ് വന്നത്. ഇനി ഹി ലേ ഹിസ് ലഗേജ് വൈഡ് ആൻഡ് ലേ ഡൗൺ ടു റെസ്റ്റ് ഫോർ എ വൈൽ. ഹി ലേ ഹിസ് ലഗേജ് അല്ല, ഹി ലെയ്ഡ് ഹിസ് ലഗേജ് ആണ്. അപ്പോൾ ലേ എന്ന് പറയുന്നതിൻ്റെ നെക്സ്റ്റ് ഫോം ഓഫ് വേർബ് വേണം നമ്മൾ എടുക്കാൻ. പാസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ അത് ലെയ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലെയ്ഡ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഹി ലെയ്ഡ് ഹിസ് ലഗേജ് വൈഡ് ആൻഡ് ലേ ഡൗൺ ടു റെസ്റ്റ് ഫോർ എ വൈൽ. അപ്പം ലഗേജ് വെച്ചതിന് ശേഷമാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ ലെയ്ഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ദി ക്യാപിറ്റൽ ഓഫ് യമൻ ഇസ് സിറ്റുവേറ്റിംഗ് 2190 meters അബവ് ദി സീ ലെവൽ. അപ്പോൾ ക്യാപിറ്റൽ ഓഫ് യമൻ ഇസ് സിറ്റുവേറ്റിംഗ് എന്നല്ല, സിറ്റുവേറ്റഡ് എന്നാണ്. അത് അവിടെ തന്നെയാണ് എന്നുള്ളത് കാണിക്കുന്നതിന് നമ്മൾ സിറ്റുവേറ്റഡ് എന്ന വേർബിൻ്റെ ഫോമാണ് യൂസ് ചെയ്യുന്നത്. സിറ്റുവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂയിങ് അങ്ങനത്തെ ഒരു വേർബ് അല്ല നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ സിറ്റുവേറ്റഡ് എന്ന് ഉറപ്പിച്ച് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഫോം ഓഫ് വേർബാണ് യൂസ് ചെയ്യുന്നത്, പാസ്റ്റ് ഫോം ഓഫ് വേർബ്. നെക്സ്റ്റ് വരുന്നത് ഹി മേ ലിവ് ലോങ് ഹിസ് സാഡ് മദർ പ്രേഡ്. അതായത് അവൻ്റെ അമ്മ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതായത് ഹി മേ ലിവ് ലോങ്. ഇങ്ങനത്തെ സെൻറ്റൻസുകൾ നമ്മൾ പറയുന്ന പേരാണ് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ് എന്ന് നമ്മൾ പറയും. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ്. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വിഷ് ചെയ്യുന്നതിനെയൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മേ ഗോഡ് ബ്ലെസ് യു. മേ ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്നത് ഒരു ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ഒരിക്കലും ഗോഡ് മേ ബ്ലെസ് യു എന്ന് നമ്മൾ പറയില്ല. അതിനെപ്പോഴും നമ്മൾ ഓക്സിലറി വേർബ്സ് ഫസ്റ്റിൽ തന്നെ ഇടണം. അപ്പം മേ ഹി ലിവ് ലോങ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് വരുന്നത്. മേ ഹി ലിവ് ലോങ് എന്നാണ്. ഹി മേ ലിവ് ലോങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വിഷ് ഒക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ മേ ഹി ലിവ് ലോങ് എന്നാണ് അതിനർത്ഥം വരുന്നത്. ഹി മേ ലിവ് ലോങ് എന്നല്ല. അപ്പോൾ നമ്മൾ ഓക്സിലറി വേർബ്സ് ഫസ്റ്റ് ഇട്ടിട്ട് മാത്രമാണ് നമ്മൾ ഒപ്റ്റേറ്റീവ് കൈൻഡ് ഓഫ് സെൻറ്റൻസസ് എഴുതുള്ളൂ. മേ ഗോഡ് ബ്ലെസ് യു എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഗോഡ് മേ ബ്ലെസ് യു എന്ന് പറഞ്ഞാൽ അത് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് അല്ല. അപ്പോൾ അടുത്തത് വരുന്നത് ഷീ വുഡ് ബ്രോക്ക് എ പ്ലേറ്റ് എവറി ഡേ വെൻ ഷീ കെയിം ടു ഡൽഹി ലാസ്റ്റ് മന്ത്. അപ്പം ലാസ്റ്റ് മന്ത് വന്നപ്പം എല്ലാ ദിവസവും ഓരോ പ്ലേറ്റ് പൊട്ടിക്കുമായിരുന്നു എന്നാണ് അതിനർത്ഥം വരുന്നത്. ഷീ വുഡ് ബ്രോക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. ഷീ വുഡ് ബ്രേക്ക് ആണ് അവിടെ വരുന്നത്. വരുമ്പോൾ പൊട്ടിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ബ്രോക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്റിലാണ് കാര്യം നടന്നതെങ്കിലും എവറി ഡേ ആക്ഷൻ ആയതുകൊണ്ട് നമ്മളതിനെ ബ്രോക്ക് എന്നല്ല ബ്രേക്ക് എന്നാണ് പറയുന്നത്. എവറി ഡേ ആക്ഷൻ ആണ്. എല്ലാ ദിവസവും ഒരു പ്ലേറ്റ് വെച്ചിട്ട് പൊട്ടിക്കുമായിരുന്നു എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സ്പോട്ട് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം സക്സസ് അക്കാഡമി കൊച്ചി.